ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനൊരു വിൻസർ ഓണറാണ്. നമ്മൾ ഏകദേശം 16,000 കിലോമീറ്ററോളം ആയി. ഈ മാസം തുടക്കത്തിൽ ഞാൻ എൻ്റെ 15,000ൻ്റെ തേർഡ് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസർ ഓണേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ്, സെക്കൻഡ് അതുപോലെ തന്നെ തേർഡ് സർവീസസിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, എത്ര രൂപ നമുക്ക് ചിലവ് വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏത് വണ്ടി യൂസ് ചെയ്യുന്ന ആളാവട്ടെ, നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു യൂസർ മാനുവൽ അല്ലെങ്കിൽ അതിലൊരു സർവീസ് സെക്ഷൻ ഉണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് ബുക്കിലെറ്റ് കിട്ടും. ആ ഒരു ബുക്കിനകത്ത് ഉണ്ടാവും ഓരോ സർവീസിലും കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇൻസ്പെക്ട് ചെയ്യണം, എന്തൊക്കെ റീപ്ലേസ് ചെയ്യണം, പാർട്സ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് വിൻസറിൻ്റെ യൂസർ മാനുവലുണ്ട്. യൂസർ മാനുവൽ എടുത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 ലക്ഷം കിലോമീറ്റർ വരെയുള്ള ഡീറ്റെയിൽസ് കിട്ടും ഓരോ സർവീസിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആദ്യമേ നിങ്ങളെല്ലാവരും യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നോക്കുക. അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ പ്ലസ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ ലൈക്ക് വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ്, റൊട്ടേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെയർ പാർട്സ് ഫിറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സർവീസിലേക്ക് കടന്നാൽ മതി. ഇനി നമുക്ക് വിൻസറിൻ്റെ ഫസ്റ്റ് സർവീസിലേക്ക് വരാം. ഞാൻ വണ്ടി എടുത്തത് EVMMG കോസ്റ്റ്ലൈൻ ഗരാജസിൽ നിന്നാണ്, ആലുവ. അവിടെ തന്നെയാണ് ഞാൻ 3 സർവീസും ചെയ്തത്. സോ ഫസ്റ്റ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ലേബർ ഫ്രീ ആയിട്ടുള്ള സർവീസാണ്. ഫസ്റ്റ് സർവീസ് എന്നല്ല, വിൻസറിൻ്റെ ഫസ്റ്റ് 3 സർവീസസ് കംപ്ലീറ്റ്ലി ലേബർ ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സർവീസിൽ നമുക്ക് ഒരു പൈസയും ചിലവായില്ല. അതിനകത്ത് ഈ പറയുന്ന പോലെ യൂസർ മാനുവലിൽ കൊടുത്തിരിക്കുന്ന പോലെ എല്ലാത്തിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ അവർ ചെയ്യും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്ത് SOH ഒക്കെ അവർ പറഞ്ഞുതരും. വാഷിങ്ങും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ഒട്ടും കോസ്റ്റേ നമുക്ക് ഫസ്റ്റ് സർവീസിൽ വന്നിട്ടില്ല. ജനറൽ ചെക്കപ്പ് ഒക്കെ ഉള്ളൂ. 1000 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നീട് 5000 കിലോമീറ്ററിലാണ് നമ്മുടെ സെക്കൻഡ് സർവീസ് വരുന്നത്. സെക്കൻഡ് സർവീസ് മുതലാണ് നമുക്ക് ഈ പറയുന്ന പോലെ എന്തെങ്കിലും പാർട്സിൻ്റെ ഒക്കെ അഡീഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ്, ടോപ്പപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സെക്കൻഡ് സർവീസിന് എനിക്ക് ചിലവായത് ഏകദേശം 2700 സംതിങ് ആണ്. ലേബർ ഫ്രീ ആണ്, പക്ഷേ എനിക്ക് 2700 സംതിങ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര ഒരു എമൗണ്ട് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. അതിൽ തന്നെ ഞാൻ അഡീഷണലി പറഞ്ഞിട്ട് വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ്, റൊട്ടേഷൻ കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. 1400 രൂപ പുറത്ത് വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ അത് 5000 കിലോമീറ്റർ ആവുന്ന ടൈമിൽ വിൻസർ ഇറങ്ങിയിട്ട് കംപ്ലീറ്റ്ലി പുതിയൊരു വണ്ടിയായിരുന്നു. സോ പലയിടത്തും വിൻസറിൻ്റെ റീഡിങ്സ് കാര്യങ്ങൾ വന്നിട്ടില്ല, അതുകൊണ്ട് ഷോറൂമിൽ നിന്ന് ചെയ്യിച്ചു. അപ്പോൾ അന്ന് നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ മാനുവൽ പറഞ്ഞിരിക്കുന്ന പോലെയാണെങ്കിൽ 5000ൻ്റെ സർവീസിൽ റെഡ്യൂസർ ഓയിൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് അത്യാവശ്യമെങ്കിൽ ടോപ്പപ്പ് ചെയ്യണം. അപ്പോൾ റെഡ്യൂസർ ഓയിൽ അവർ മാറ്റി എനിക്ക് ഏകദേശം 1050 രൂപയാണ് അതിന് വന്നത്. ബട്ട് എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം, മറ്റ് പല ഡീലർഷിപ്പുകളും EVMൻ്റെ തന്നെ ഡീലർഷിപ്പുകൾ കൊടുത്ത പലർക്കും റെഡ്യൂസർ ഓയിൽ മാറാൻ 850 രൂപയൊക്കെ തന്നെ വന്നിട്ടുള്ളൂ. ഡിഫറൻസ് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ 1050 രൂപയോളം നമുക്ക് റെഡ്യൂസർ ഓയിൽ ചേഞ്ച് ചെയ്യാനായി. പിന്നെ വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ് എല്ലാം കൂടെ ഒരു 2400 രൂപ. 1400ഉം 1000 കൂടി കൂട്ടി 2400. പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ആയിട്ട് ഒരു 300 രൂപ. ഇത്രയാണ് നമുക്ക് ആയത്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ വാഷിംഗ് ഇല്ല, ഫസ്റ്റ് സർവീസിന് മാത്രമേ വാഷിംഗ് ഫ്രീ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ വണ്ടി വാഷ് ചെയ്യണ്ട, ഞാൻ തന്നെ വാഷ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാനൊരു വഴക്കിനൊന്നും നിന്നില്ല. പക്ഷേ മറ്റു പല ഡീലർഷിപ്പ് ലൈക്ക് ഫോർച്യൂണിലൊക്കെ വാഷിംഗ് കൊടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ എനിക്ക് തേർഡ് സർവീസിൽ വാഷിംഗ് അവർ ഫ്രീ ആയിട്ട് തന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ അതാണ് നമുക്ക് വന്നൊരു ചിലവ്, 2700 രൂപ. സോ യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു സാധനമാണ് നമ്മൾ അവരെ കൊണ്ട്, ചെക്കപ്പ് കാര്യങ്ങൾ കൂടാതെ റെഡ്യൂസർ ഓയിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്തു. യൂസർ മാനുവൽ നിർബന്ധം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ്, പിക്കപ്പ്, ഡ്രോപ്പ്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊണ്ടുപോകുന്നവർ നമ്മുടെ വണ്ടി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മുടെ ഫോണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടുപോയ ആൾ എത്ര തവണ സഡൻ ബ്രേക്ക് ചെയ്തു, എത്ര സ്പീഡ് കൂടുതൽ ഓടിച്ചു, ഓവർ സ്പീഡ് വാണിംഗ്, അങ്ങനത്തെ കുറേ പരിപാടികൾ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് സർവീസ്. നമ്മൾ ഈ പറയുന്ന പോലെ ട്രാക്ഷൻ ഓയിലാണ്, ആ ഒരു ട്രാക്ഷൻ ഓയിലല്ല, റെഡ്യൂസർ ഓയിലാണ് ആ ഒരു ടൈമിൽ ഇവർ ടോപ്പപ്പ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഒരു കോസ്റ്റ്. ഇനി ഇതല്ലാതെ നിങ്ങൾ വേറെ AC ഡിസിൻഫെക്റ്റൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കോസ്റ്റ് വരും. പിന്നെ നമുക്ക് തേർഡ് സർവീസ്. അപ്പോൾ 1000 കഴിഞ്ഞു, 5000 കഴിഞ്ഞു. തേർഡ് സർവീസ് എന്ന് പറയുമ്പോൾ ഒരു 10000 കൂടെ കഴിഞ്ഞിട്ടാണ് 15000ത്തിലെ തേർഡ് സർവീസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോ സർവീസും 15,000 ഉള്ളൂ. 15000 കഴിഞ്ഞാൽ 30,000, 40,000, 60,000, 70,000, 90,000 അങ്ങനെയുള്ള രീതിയിലാണ് സർവീസ് വരുന്നത്. തേർഡ് സർവീസ് 15,000-നായിരുന്നു. സെയിം EVMMG കോസ്റ്റ് ലൈനിലായിരുന്നു.
അപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ട് നല്ല ഐഡിയ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ യൂസർ മാനുവലൊക്കെ നോക്കിയപ്പോൾ അതിനകത്ത് AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സർവീസിന് വന്നു. ആദ്യം ഒരു അഡ്വൈസർ വന്നു, നമ്മുടെ വണ്ടിയിലൊക്കെ കയറിയിരുന്നു, ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു. എനിക്ക് ചെറിയ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, ഈ വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ കട്ടായി പോകുന്ന ഇഷ്യൂ. പക്ഷേ വണ്ടി അത്യാവശ്യമായിട്ട് വേണ്ടത് കൊണ്ടും മഴയുടെ ഒരു ടൈമൊക്കെ ആയതൊക്കെ കൊണ്ടും ഞാനതൊന്നും അടുത്തൊരു സർവീസിൽ പറയാമെന്ന് വെച്ചിട്ട് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ബാറ്ററി ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം മഴയത്ത് ഈ റേഞ്ച് ഡ്രോപ്പ് ആവുന്ന ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാൻ അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ജനറൽ സർവീസ്, അപ്പോൾ ഞാൻ ചോദിച്ചു സർവീസിന് എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ AC ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞു. AC ഫിൽറ്റർ ഓക്കെ, യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ആ അഡ്വൈസറുടെ അടുത്ത് പറഞ്ഞു AC ജനറൽ ചെക്കപ്പ് ചെയ്യുക, ബാറ്ററി ഹെൽത്ത് എനിക്ക് അറിയണം, കാരണം എനിക്കൊരു ചെറിയ റേഞ്ച് ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. AC ഫിൽറ്റർ റീപ്ലേസ് ചെയ്തോ എന്ന് വെച്ചു. അപ്പോൾ തന്നെ ഓക്കെ, അത് ചെയ്യാം. സാർ വാഷിംഗ് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ വാഷിംഗ് സാർ ഇൻക്ലൂഡഡ് ആണ്, ഫ്രീ ആണ്. അപ്പോൾ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഒരു അഡ്വൈസർ ഇതിൻ്റെ എമൗണ്ട് എനിക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പേപ്പറും കൊണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ ഒരു 2000 സംതിങ് അടിച്ച് വെച്ചിട്ടുണ്ട്. AC ഫിൽറ്ററിന് 750 രൂപയുള്ളൂ റീപ്ലേസ് ചെയ്യാൻ. ലേബറില്ല, കാരണം തേർഡ് സർവീസ് വരെ ലേബർ ഫ്രീ സർവീസ്. ഞാൻ നോക്കുമ്പോഴത്തേക്കും അടുത്ത ഒരാൾ പേപ്പറും കൊണ്ട് വരികയാണ് ഒരു 2200. അപ്പോൾ ഞാൻ അതിൽ ശ്രദ്ധിച്ച്, ഇത് ഞാൻ മുമ്പേ അവെയർ ആയിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ പലരും ഈ പറയുന്ന പോലെ തേർഡ് സർവീസ് സെക്കൻഡ് സർവീസ് ഒക്കെ ചെയ്തപ്പോൾ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ AC ഡിസിൻഫെക്റ്റൻറ്റ്, ക്ലീനിങ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒരു പരിപാടി തുടങ്ങി. അതായത് നമ്മൾ പറയാതെ തന്നെ സാർ ബ്രാൻഡ് പറഞ്ഞിട്ട് ചെയ്യുന്ന, പക്ഷേ ഈ ഒരു ഗാനം യൂസർ മാനുവൽ പറഞ്ഞിട്ടില്ല. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാം. പക്ഷേ ചെയ്താൽ നല്ലതായിരിക്കും. AC ഡിസിൻഫെക്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ ആ ഒരു ടൈമിലെ പൈസ, നമ്മുടെ ഒരു ആവശ്യം ഒക്കെ അനുസരിച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു പേപ്പർ കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോഴത്തേക്കും AC ഫിൽറ്റർ മാറ്റാൻ 750 രൂപ, AC ഡിസിൻഫെക്റ്റൻറ്റ് ക്ലീനിങ് അതൊക്കെ കൂടെ ഒരു 1000, എല്ലാം കൂടെ ഒരു 2200. അപ്പോൾ ഈ ക്ലീനിങ് സാധനങ്ങൾക്കൊക്കെ 1500 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് ആവശ്യമില്ല, ഞാൻ ഇതിന് മുമ്പുള്ള അഡ്വൈസറോട് പറഞ്ഞിരുന്നല്ലോ എനിക്ക് ജനറൽ സർവീസും AC റീപ്ലേസ്മെൻറ്റും മാത്രം മതി. അപ്പോൾ ഞാൻ ചോദിച്ചു വാഷിംഗ് എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു സാറേ വാഷിംഗ് നമുക്ക് പെയ്ഡാണ് വരുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ അഡ്വൈസർ അങ്ങനെ അല്ലല്ലോ പറഞ്ഞു, വാഷിംഗ് ഫ്രീ ആണെന്നല്ലേ പറഞ്ഞത്. അല്ല സാർ വാഷിംഗ് ഇൻക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അപ്പോൾ തന്നെ ആ പയ്യൻ വലിയ മടിയൊന്നും ഇല്ലാതെ അതൊക്കെ വെട്ടി ചുരുക്കി എൻ്റെ സാറിന് ബില്ല് 750 രൂപയെ വരുള്ളൂ, AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സർവീസ് കഴിഞ്ഞ് അന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒന്നും എടുത്തില്ല, ഊബർ എടുത്ത് നമ്മൾ വീട്ടിൽ പോയി തിരിച്ച് ഉച്ച കഴിഞ്ഞ് വന്നു. വണ്ടി എല്ലാം ക്ലീനൊക്കെ ആക്കി എല്ലാം ഇട്ട് വെച്ച് AC ഫിൽറ്ററൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും, അത് നമുക്ക് വിശ്വസിക്കാം. ബില്ല് വന്നു 750 രൂപയുള്ളൂ. നല്ലൊരു സന്തോഷം തോന്നി. സെക്കൻഡ് സർവീസിനേക്കാളും കുറവായിരുന്നു ഈ സർവീസ്. AC ഫിൽറ്ററിനും എനിക്ക് തോന്നുന്നു 750 രൂപയുള്ളൂ, ലേബറൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്കൊരു 450 രൂപയോളം നമ്മുടെ വണ്ടിയുടെ സെയിലിൻ്റെ ടൈമിൽ ബാലൻസ് ഇങ്ങോട്ട് കിട്ടാണ്ടായിരുന്നു. ഞാൻ ബാക്കി പൈസ അടിച്ച് ഞാൻ വന്നു. നല്ല ഫീഡ്ബാക്കാണ്. ഞാൻ സർവീസിന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ കൊടുത്തത്. ഞാൻ 100% ഹാപ്പി ആയിരുന്നു. അവർ ഈ പറയുന്ന പോലെ മാൻഡേറ്ററി ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും നമ്മൾ ആദ്യമേ അത് വേണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ സർവീസിന് പോകുന്നതിന് മുമ്പ് യൂസർ മാനുവൽ എടുക്കുക, എത്ര കിലോമീറ്റർ സർവീസാണെന്ന് നോക്കുക, ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാനുണ്ടെന്നുള്ളത് ശ്രദ്ധിക്കുക. സർവീസ് സെൻറ്ററിൽ നിങ്ങൾ തന്നെ പോവുക, അല്ലെങ്കിൽ ഒരാളെ പറഞ്ഞു വിടുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക എന്തൊക്കെ ചെയ്യും. ഈ യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യങ്ങളും അതിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ മതി. പിന്നെ വീൽ അലൈൻമെൻറ്റ് ബാലൻസിങ്, അത് നിങ്ങൾക്ക് ഒരു 5000 കിലോമീറ്റർ കൂടുമ്പോൾ വീൽ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടും ടയർ ലൈഫിന് നല്ലതാണ്. ഒരു 10000 കൂടുമ്പോൾ വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും റൊട്ടേഷനും ഒക്കെ ചെയ്യുന്നത് ടയർ ലൈഫിന് നല്ലൊരു കാര്യം. പക്ഷേ നമുക്ക് പുറത്തൊരു 750-800 റുപ്പീസിനൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ തേർഡ് സർവീസിന് ഇപ്പോൾ 750 ആയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഞാനൊരു വീൽ അലൈൻമെൻറ്റും കൂടെ കൂട്ടിയിട്ട് ഒരു 10,000-2000 രൂപയാണ് കൂട്ടി പോയിരുന്നത്. പക്ഷേ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാഞ്ഞതുകൊണ്ട് എനിക്ക് 750 രൂപ ആയുള്ളൂ. ഈ 3 സർവീസാണ് നമുക്ക് ലേബർ ഫ്രീ ആയിട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചുരുങ്ങിയ എമൗണ്ട് നമുക്ക് വന്നത്. ഇനി മൂന്നാമത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സർവീസ് വരുന്ന 30,000, പിന്നെ 40,000. ഇതെല്ലാം പെയ്ഡുമാണ്, അതേസമയം ലേബർ വരുന്ന സർവീസുമാണ്. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മളൊരു വീൽ അലൈൻമെൻറ്റ് ബാലൻസിങ്, ജനറൽ സർവീസിൽ AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കൂടെ ആണെങ്കിൽ ഒരു 2700 to 5000 റുപ്പീസ്. ഇതാണ് പൊതുവെ ഞാൻ ZSCVയുടെയും അതുപോലെ തന്നെ കൊമറ്റിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ പല യൂസേഴ്സും അയച്ചു വന്നപ്പോൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനും ആ ഒരു എമൗണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 2500 to 5000, ഡിപ്പെൻഡിങ് ഓൺ നമ്മൾ എന്ത് ചെയ്യും. നമ്മൾ AC
ഡിസിൻഫെക്റ്റൻ്റ് കാര്യങ്ങൾ, പിന്നെ വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ്, അങ്ങനെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്തോറും സ്വാഭാവികമായിട്ടും റേറ്റ് കൂടും. അത് നമ്മുടെ ചോയ്സാണ്. നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത് യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന പോലെ വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ് ചെയ്യാമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചെയ്യിക്കാം. നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളാണ്. ബാക്കി അതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഓപ്ഷണലാണ്. നമുക്ക് ആവശ്യമെങ്കിൽ ചെയ്യാം, നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യുക, അതല്ല എങ്കിൽ ചെയ്യാതിരിക്കാം. ഇത്രയൊക്കെയാണ് ആ ഒരു 3 സർവീസിൻ്റെ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ആദ്യത്തെ സർവീസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു, ഒരു പാർട്സും നമുക്ക് റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ടോപ്പപ്പ് ഒന്നും വന്നിട്ടില്ല. സെക്കൻഡ് സർവീസ് ആയപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ റെഡ്യൂസർ ഓയിൽ ടോപ്പപ്പ് വന്നു, അതിന് നമുക്കൊരു 1080 രൂപ. തേർഡ് സർവീസ് ആയപ്പോൾ AC ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ്, അതിന് നമുക്കൊരു 750 രൂപയാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സർവീസിന് നമ്മൾ ഈ പറയുന്ന പോലെ 5000 മുടക്കി എന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. ഓരോ 15000 കൂടുമ്പോഴേ നമുക്ക് സർവീസ് വരുന്നുള്ളൂ. അതായത് ഒരു സർവീസിന് 5000 നമ്മൾ കൊടുത്താൽ പോലും 1 കിലോമീറ്റർ ഓടാൻ 30 പൈസയെ നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ എന്നുള്ളതാണ് EV വെച്ച്, ICE വാഹനങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മോസ്റ്റ് പ്രോബബ്ലി 5000-ലേക്കൊന്നും പോകില്ല. നമുക്ക് യൂസർ മാനുവലിൽ പറഞ്ഞിരിക്കുന്ന അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, ഒരു വീൽ അലൈൻമെൻറ്റ്, ബാലൻസിങ്ങിലൊക്കെ നമ്മൾ നിർത്തുകയാണെങ്കിൽ മേ ബി ഒരു 3-4Kയിലൊക്കെ നിൽക്കേണ്ടതാണ്. അറിയില്ല, ഇൻ ഫ്യൂച്ചർ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ വിൻസർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആദ്യത്തെ 3 സർവീസ് ചെയ്തിട്ടില്ലാത്തവർ, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, അതായത് കമ്പനി പറഞ്ഞിരിക്കുന്ന അത്യാവശ്യ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും മാത്രം ചെയ്യിച്ചാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.